ഹലോ. ഇന്നത്തെ ഈ വീഡിയോ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു വീഡിയോ ആട്ടോ. കാരണം ഞങ്ങളുടെ ഇടുക്കിയിൽ നിന്ന് ഇങ്ങോട്ട് എറണാകുളത്തേക്ക് മാറിയ പിന്നെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ മാങ്ങാക്കറി കഴിക്കുന്നത്. ഇവിടുത്തെ എല്ലാ ഫംഗ്ഷനും വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്ന് എനിക്കിവിടെ വന്ന പിന്നെയാണ് മനസ്സിലായത്. ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിലും പക്ഷെ ഞാൻ കഴിച്ചു നോക്കിയിട്ടില്ല. കഴിച്ച അന്ന് മുതൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാട്ടോ ഇത്. ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പിന്നെ ഇതിൻ്റെ റെസിപ്പി തപ്പി പിടിച്ച് 2-3 പ്രാവശ്യം ഉണ്ടാക്കി നോക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റം ആട്ടോ. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് മാങ്ങ മപ്പാസ് അല്ലെങ്കിൽ മാങ്ങാക്കറി, പിന്നെ അങ്കമാലി സ്പെഷ്യൽ മാങ്ങാക്കറി എന്നൊക്കെ പറയുന്ന മാങ്ങാക്കറി ആട്ടോ. എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കപ്പോൾ ഒന്ന് നോക്കാം. മാങ്ങാക്കറിക്ക് എപ്പോഴും മൂവാണ്ടൻ മാങ്ങയാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. പച്ച മാങ്ങ, ഇച്ചിരി പുളിയൊക്കെയുള്ള മാങ്ങ എടുക്കണം കേട്ടോ. ഈ 2 മാങ്ങ എടുക്കണമെന്നില്ല, ഇച്ചിരി വലിപ്പമുള്ള മാങ്ങയാണെങ്കിൽ ഒരെണ്ണമൊക്കെ എടുത്താൽ മതി. ഇപ്പോൾ എനിക്ക് വലിയ വലിപ്പമുള്ള മാങ്ങയല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ 2 എടുത്തു. ഇനി ഇതിൻ്റെ തൊലി ചെത്തണം. തൊലി ചെത്തുക എന്ന് പറഞ്ഞാൽ നൈസായിട്ട് ചെത്തിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക. ഇതിപ്പോൾ കാണുമ്പോൾ ഒരു മഞ്ഞ നിറം പോലെ തോന്നും, പഴുത്തതാണെന്നും വിചാരിക്കരുത്. ഇത് പച്ചമാങ്ങ തന്നെയാണ്, അത്യാവശ്യം നല്ല പുളിയൊക്കെയുള്ള പച്ചമാങ്ങ തന്നെയാണ്. അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് നമ്മൾ സവോള ഞാനിവിടെ 2 ചെറിയ സൈസ് സവോളയായിട്ട് 2 എടുത്തിട്ടുണ്ട്. കട്ടിയിൽ കട്ട് ചെയ്യാതെ കട്ടി കുറച്ച് കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2 പച്ചമുളക്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ വിനാഗിരി, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. വെളിച്ചെണ്ണയ്ക്കാണ് ടേസ്റ്റ് വരുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മുടെ കൈ കൊണ്ട് തന്നെ നല്ല പോലെ മിക്സ് ചെയ്യണം. സ്പൂണോ മറ്റോ ഉപയോഗിക്കരുത്. കൈ കൊണ്ട് ഒരു 5 മിനിറ്റ് 7 മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും അതോടൊപ്പം തന്നെ ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സായി നല്ലൊരു രുചി. നമ്മുടെ മാങ്ങാ മപ്പാസിനെ സംബന്ധിച്ച് ഈ ഒരു മിക്സിംഗ് ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ, നല്ലതുപോലെ മിക്സ് ചെയ്ത് വെക്കുക. അപ്പം ഞാൻ ഇനി ഇതിലേക്ക് നമ്മൾ മാങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ സ്ലൈസ് ചെയ്ത് വെച്ച മാങ്ങ ആഡ് ചെയ്ത് അതും കൂടെ ഒന്ന് നന്നായിട്ടൊരു 2 മിനിറ്റൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണേ. അപ്പം നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഫുള്ളായിട്ട് കാണുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പം നമ്മൾ ഇത് ഇനിയൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞ് 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതേ പാത്രത്തിൽ തന്നെയാണ് ഈ മാങ്ങാ മപ്പാസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ആ പാത്രം നമ്മൾ അടുപ്പത്ത് വെച്ച് നമ്മൾ ആ മിക്സ് ചെയ്തതിലേക്ക് തേങ്ങയുടെ 2 പാൽ ഞാനിവിടെ ഒരു 1.5 കപ്പ് 2 പാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അത് വറ്റിച്ചെടുക്കണം. ഇതുപോലെ ഇപ്പോൾ നന്നായിട്ടത് വറ്റി വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് വെന്തു. മാങ്ങയൊക്കെ വേവാൻ നമുക്ക് കുറച്ച് ടൈം മതി. അപ്പം 2 പാൽ എടുക്കുമ്പം നിങ്ങൾ ഒരുപാട് ലൂസായി പോകാതെ ഇച്ചിരി തിക്കായിട്ടുള്ള പാലൊക്കെ എടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ 2 പാൽ നന്നായിട്ട് തിക്കായി കഴിഞ്ഞാൽ ഫ്ലെയിം നേരെ കുറച്ച് വെക്കുക. അതിന് ശേഷം 1 പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. 1 പാലും നല്ല തിക്ക് പാലായിട്ട് കിട്ടണം നമുക്ക്. ആ തിക്ക് പാൽ ഒഴിക്കുമ്പോഴാണ് നമ്മുടെ മാങ്ങാ മപ്പാസ് നല്ല ഇങ്ങനെ ഒരു ലൂസായിട്ടുള്ള ഇതിലല്ല ഇരിക്കുന്നത്. അത്യാവശ്യം ഇങ്ങനെ കുഴഞ്ഞ നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഫോമിലാണ് അതിരിക്കുന്നത്. അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മുടെ 1 പാൽ നമ്മൾ അല്പം തിക്കായിട്ട് തന്നെ ഒഴിക്കുക കേട്ടോ. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. 1 പാൽ ഇട്ടതിന് ശേഷം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല, ചെറിയൊരു ചൂട് മാത്രം ആയാൽ മതി. ഇനി അടുത്തതായിട്ട് നമുക്കൊരു താളിപ്പാണ് ഇതിലേക്ക് ചേർക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. അത് ആഡ് ചെയ്ത് നമ്മളതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക്, പിന്നെ ചെറിയ ഉള്ളി ഞാനിവിടെ ഒരു 6 എടുത്തിട്ടുണ്ട്. പിന്നെ അല്പം കറിവേപ്പില. ചെറിയ ഉള്ളി നല്ല ചുമന്ന നിറമായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിലേക്ക് ഫൈനലി ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാട്ടോ.
ഇനി കാശ്മീരി മുളക് പൊടിയല്ല നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ നോർമൽ മുളക് പൊടിയാണെങ്കിൽ അതിന് എരിവ് കാശ്മീരിനെ വെച്ച് നോക്കുമ്പോൾ എരിവ് കൂടുതലായിരിക്കും. അപ്പോൾ അതനുസരിച്ച് അളവ് കുറയ്ക്കുക. കാശ്മീരി മുളക് പൊടിയാണ് കൂടുതലായും പ്രിഫർ ചെയ്യുന്നത്, കാരണം ഒരു നല്ലൊരു കളറ് കിട്ടും നമുക്ക് മാങ്ങാ മപ്പാസിന്. അതുകൊണ്ട് അതുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം ഈ ചൂടോടുകൂടി തന്നെ നമ്മുടെ കറിയിലേക്ക് ഈ താളിപ്പ് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. വളരെ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എനിക്ക് തോന്നുന്നു ഇതിൽ നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാനുള്ള ടൈം മാത്രമാണ് ഇച്ചിരി കൂടുതലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയെല്ലാം വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഭയങ്കര ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീട്ടിൽ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല രുചിയാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ വേണ്ടിയിട്ട്. അപ്പം മറ്റൊരു വിഭവമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കേ.